കാണാൻ ആഗ്രഹമുണ്ടായിട്ടും തിയേറ്ററിൽ നിന്ന് മിസ്സായ സിനിമയാണ് സംഭവം അധ്യായം 1. അതിനാൽ OTTയിൽ റിലീസായ പാടെ സിനിമ കണ്ടു. ചെറിയ പോരായ്മകളുണ്ടെങ്കിലും ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമ എന്ന നിലയിൽ മികച്ച വർക്കായി തന്നെയാണ് സിനിമ തോന്നിയത്. ഒരു കാട്ടിലെ മൂർത്തിയെയും ആ കാട്ടിലെത്തുന്ന കുറച്ച് ആളുകളെയും ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. ടൈം ലൂപ്പും പാരലൽ ടൈം ലൈനുമൊക്കെയായി കൂടിക്കുഴഞ്ഞു കിടക്കുന്ന രീതിയിലാണ് സിനിമയുടെ എഴുത്ത്. ഒരു തവണ കണ്ടാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. സിനിമ കണ്ടിട്ട് മനസ്സിലാകാത്തവർക്കുള്ള വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അനാലിസിസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്പോയിലറുകൾ ഉണ്ടാകും. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്നു കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സംഭവം അധ്യായം 1 എന്ന സിനിമയെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള സിനിമയാണ് സംഭവം അധ്യായം 1. വലിയൊരു സംഭവത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ പാർട്ടിലൂടെ കണ്ടിട്ടുള്ളത്. പ്രധാനമായും 5 ടൈം ലൈനുകളാണ് സിനിമയിൽ കാണിക്കുന്നത്. ആ ടൈം ലൈനുകളൊന്നും ഒന്നിനു ശേഷം ഒന്ന് എന്ന നിലയിലല്ല സംഭവിക്കുന്നത്. എല്ലാം ഒരേ സമയം പാരലലായി ആ കാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ ടൈം ലൈൻ പോർച്ചുഗീസ് സൈന്യം കാട്ടിലെ ക്ഷേത്രവും വിഗ്രഹവും തകർക്കാൻ വരുന്ന സമയം. ഈ ടൈം ലൈനിൽ കൃത്യമായ വർഷം മെൻഷൻ ചെയ്യുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന മെൻഷനിങ് മാത്രമാണുള്ളത്. രണ്ടാമത്തത് ഫോറിൻ ലേഡി ഭർത്താവിനെയും കാമുകിയെയും കൊലപ്പെടുത്തുന്ന സമയം. 1960 എന്നാണ് പിന്നീട് SHO ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. മൂന്നാമത്തെ ടൈം ലൈൻ 1994, അതായത് കാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ പിടിക്കാൻ പോലീസ് സംഘം കാട്ടിലേക്ക് കയറിയ സമയം. ഈ ടൈം ലൈനിൽ തന്നെ ആയിരിക്കും രജിയും ചേച്ചിയും കാട്ടിലേക്ക് കയറുന്നതും രജിയുടെ ചേച്ചി അതിലകപ്പെടുന്നതും. നാലാമത്തെ ടൈം ലൈൻ ആനന്ദും പോലീസുകാരും കാട്ടിലേക്ക് കയറുന്ന സമയം, അതായത് 2024. അഞ്ചാമത്തെ ടൈം ലൈൻ ആനന്ദിന്റെ മകൾ വേട്ടയ്ക്കായി കാട്ടിൽ കയറുന്ന സമയം. ഇങ്ങനെ 5 ടൈം ലൈനുകളാണ് സിനിമയിൽ കാണിക്കുന്നത്. ഇത് 5ഉം പാരലലായി ഒരേ സമയം നിലനിൽക്കുന്നതാണ്. എല്ലാ ടൈം ലൈനിലും ആനന്ദ് എത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സംഭവങ്ങൾ യഥാക്രമം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കഥ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ആനന്ദ് എന്ന CPOയ്ക്ക് അച്ചടക്ക ലംഘനത്തിന്റെ ഭാഗമായി പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുന്നു. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ഒരു സ്റ്റേഷനിലേക്കാണ് അയാൾക്ക് സ്ഥലമാറ്റം കിട്ടുന്നത്. ആ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന വഴിയെ ഒരാൾ അയാൾ സഞ്ചരിച്ച ജീപ്പിന് മുന്നിൽ ചാടുന്നു. ജീപ്പിന് മുന്നിൽ ചാടിയ ആളെ ആനന്ദും ജീപ്പിലുണ്ടായിരുന്നവരും ആശുപത്രിയിലെത്തിക്കുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വോക്കി ടോക്കി ആനന്ദ് കൈവശം വയ്ക്കുന്നു. അവിടെ വെച്ച് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റേഷനിലെ SIയെയും പോലീസുകാരെയും ആനന്ദ് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം SIക്കൊരു ഫോൺ കോൾ വരുന്നു. സ്റ്റേഷനിലെ തലതെറിച്ച പോലീസുകാരനാണ് രജി. അയാളൊരു വള്ളി പിടിച്ചെന്നായിരുന്നു ഫോൺ കോൾ. ഈ പ്രശ്നം തീർക്കാൻ പോകുമ്പോഴാണ് കാട്ടിനുള്ളിൽ ഒരു ഡെഡ് ബോഡി അവർ കണ്ടെത്തുന്നത്. അന്വേഷണത്തിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്ത് ആനന്ദും SI അശോകനും രജിയും തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സമയം ജീപ്പിന് മുന്നിൽ ചാടിയ ആളുടെ വോക്കി ടോക്കിയിൽ ഒരു സന്ദേശം വരുന്നു. തന്റെ പേര് സ്റ്റീഫൻ ആണെന്നും തമിഴ്നാട് പോലീസാണെന്നും താൻ കാട്ടിലൊരു അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണെന്നുമായിരുന്നു ആ സന്ദേശം. എന്നാൽ തൊട്ടടുത്തുള്ള തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊരു SI സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ അത് 30 വർഷം മുമ്പായിരുന്നുവെന്നും തമിഴ്നാട് പോലീസ് പറയുന്നു. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ രജി ഉൾക്കാട്ടിലേക്ക് പോകാനൊരുങ്ങിയ SIയെ തടയുന്നു. എന്നാൽ ഒരാളുടെ ജീവന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് SI അശോകനും ആനന്ദും ഉൾക്കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവരോട് വഴക്കുണ്ടാക്കി രജി കാട്ടിന് പുറത്തുള്ള റോഡ് ലക്ഷ്യമാക്കി നടക്കുന്നു. ഇതേ സമയം തമിഴ്നാട് പോലീസിന്റെ ഒരു സംഘം കുറച്ച് പ്രതികളുമായി ഒരു ബസ്സിൽ വരുന്നു. ബസ്സിനുള്ളിലെ പ്രതികൾ ഒരു പോലീസുകാരനെ വെടിവെച്ച് രക്ഷപ്പെടുന്നു. അവർ ഇതേ കാട്ടിലേക്കാണ് ഓടി രക്ഷപ്പെടുന്നത്. അവർക്ക് പിന്നാലെ പോലീസുകാരും കാട്ടിനുള്ളിലേക്ക് ഓടുന്നു. ഈ സംഭവം നടക്കുന്നത് 1994-ലാണ്. എന്നാൽ ആനന്ദിന്റെ സംഭവം നടക്കുന്നത് 2024-ലുമാണ്. ഇതുവരെ എല്ലാവർക്കും കഥ മനസ്സിലായി കാണും. ഇനിയാണ് സിനിമ അതിന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കുന്നത്. ആ കാടിനൊരു പ്രത്യേകതയുണ്ട്. ചോര വീണാലോ ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാക്കിയാലോ ആ കാട്ടിലെ ടൈം ലൈൻ മാറിമറിയും. ഒരേ സമയം പല ടൈം ലൈനുകളും ആ കാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് 1994-ൽ ആ കാട്ടിലേക്ക് കയറിയ പ്രതികളും പോലീസുകാരും 2024-ൽ കാട്ടിലേക്ക് കയറിയ ആനന്ദും പോലീസുകാരും ഒരേ സമയം ആ കാട്ടിൽ നിലനിൽക്കുന്നു. ചോര വീഴുകയോ ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാകുകയോ ചെയ്യുമ്പോൾ അവർ പരസ്പരം ടൈം ലൈനുകൾ മാറുന്നു. 2024-ൽ ഉണ്ടായിരുന്നവർ 1994-ലെത്തുന്നു. 94-ൽ ഉണ്ടായിരുന്നവർ 1960-കളിലെത്തുന്നു. അങ്ങനെ പല കാലത്തിലേക്കും ഒരേ ആളുകൾ ഒരേ സമയം സഞ്ചരിക്കുന്നു. എന്നാൽ ഓരോ തവണയും ടൈം ലൈനുകൾ മാറുമ്പോൾ അവർ അതേ ടൈം ലൈനിൽ നിലനിൽക്കുന്നുമുണ്ട്. അതായത് ഓരോ കോപ്പികളാണ് ടൈം സ്വാപ്പിംഗ് നടക്കുമ്പോൾ പല ടൈം ലൈനുകളിലും എത്തുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം.
പീറ്റർ എന്ന തമിഴ്നാട്ടിലെ പോലീസുകാരൻ ഒരു ടൈം ലൈനിൽ ആനന്ദിന്റെ ജീപ്പിന്റെ മുന്നിൽ വന്ന് വീഴുകയും അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ പീറ്ററെ മറ്റൊരു ടൈം ലൈനിൽ പ്രതികൾ കഴുത്തിൽ വള്ളി മുറുക്കി കൊലപ്പെടുത്തുന്നുമുണ്ട്. അതല്ലാതെ ഒരു ടൈം ലൈനിൽ അയാളെ സ്റ്റീഫനൊപ്പം ആനന്ദ് രക്ഷിക്കുന്നുമുണ്ട്. ഇതെല്ലാം വെവ്വേറെ ടൈം ലൈനാണ്. അതിലവർക്ക് വെവ്വേറെ വിധികളും വഴികളുമാണുണ്ടാകുക. ആനന്ദിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. 3 ആനന്ദുമാരെ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 3 ടൈം ലൈനുകളിലുള്ളവരാണ്. ഒന്നാമത്തെ ആനന്ദ് സിനിമയിൽ തുടക്കത്തിൽ കാണിക്കുന്ന ആനന്ദ്. അയാളാണ് അശോകന്റെയും റെജിയുടെയും കൂടെ കാട്ടിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ ആനന്ദ് തന്റെ അച്ഛനായ സ്റ്റീഫനെ സുരക്ഷിതമായി കാടിന് പുറത്തിറക്കുകയും കാറിൽ കയറ്റി പറഞ്ഞുവിടുകയും ചെയ്യുന്ന ആനന്ദ്. ഇയാൾ വെടിവെച്ച് സ്വയം മരിക്കുന്നു. മൂന്നാമത്തെ ആനന്ദ് അവസാനത്തിൽ ആശുപത്രിയിൽ വെച്ച് കണ്ണു തുറക്കുന്ന ആനന്ദ്. അയാൾ CPO അല്ല, SI ആണ്. മാത്രമല്ല അയാൾ അച്ഛന്റെ കൂടെയാണ് വളർന്നത്. ഇതിൽ രണ്ടാമത്തെ ആനന്ദ് മാത്രമാണ് തമിഴ് സംസാരിക്കുന്നത്. ബാക്കി രണ്ടുപേരും തമിഴ് അറിയില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇനി ടൈം ലൈൻ മാറുമ്പോൾ എവിടെയാണ് അവരെത്തുന്നത് എന്ന് നോക്കാം. ചതുപ്പിൽ വീണ റെജിയെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ആനന്ദിന്റെ മുന്നിൽ ആദ്യമായി കാട്ടിലെ സമയം മാറിമറിയുന്നത്. റെജിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആനന്ദിന്റെ കൈ മുറിയുകയും ചോര നിലത്തു വീഴുകയും ചെയ്യുന്നു. ചോര വീണ ഉടനെ അന്തരീക്ഷം മാറാൻ തുടങ്ങുന്നു. പരിഭ്രാന്തനായ അശോകൻ ആകാശത്തേക്ക് വെടിവെക്കുകയും ചെയ്യുന്നു. ഈ സമയം കാട്ടിലെ ടൈം ലൈൻ മാറിമറിയുന്നു. 2024 നിന്ന് ആനന്ദ് ആദ്യമായി എത്തുന്നത് 1994 ഇതേ ടൈം ലൈനിൽ തന്നെയാണ് SI അശോകനും എത്തുന്നത്. എന്നാൽ 94 എത്തുന്ന SI അശോകനെ തമിഴ് പ്രതികൾ കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കിക്കൊല്ലുന്നു. 94 കൊല്ലപ്പെട്ട SI അശോകന്റെ ബോഡി തട്ടിയാണ് സ്റ്റീഫൻ വീഴുന്നതും കാലിൽ ആഴമുള്ള മുറിവുണ്ടാകുന്നതും. അശോകനെ കൊലപ്പെടുത്തിയ പ്രതികൾ ആനന്ദിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടുന്ന ആനന്ദ് സ്റ്റീഫനെ കാണുന്നു. അവിടെ ഫുള്ളായിട്ടും മലയാളത്തിലാണ് ആനന്ദ് സ്റ്റീഫനോട് സംസാരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ മുത്തുവേൽ എന്ന പോലീസുകാരനെ തമിഴ് പ്രതികൾ ആക്രമിക്കുന്നു. മുത്തുവേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്റ്റീഫൻ വെടിവെക്കുന്നു. ഉടനെ ടൈം ലൈൻ മാറിമറിയുന്നു. 94 നിന്ന് ആനന്ദ് എത്തുന്നത് ഫ്യൂച്ചറിലാണ്. അവിടെ വെച്ചാണ് സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രമായ ചാരനെ ആനന്ദ് കാണുന്നത്. എന്നാൽ അവിടെ വെച്ച് ആനന്ദ് ചാരനോട് സംസാരിക്കുന്നില്ല. ഇതേ ടൈം ലൈനിൽ തന്നെയാണ് ആനന്ദിന്റെ മകളും കൂട്ടുകാരും വേട്ടയ്ക്കിറങ്ങിയിട്ടുള്ളത്. അവിടെ വെച്ച് അവർ അബദ്ധത്തിൽ രജിയെ വെടിവെച്ചു കൊള്ളുന്നു. വീണ്ടും ടൈം ലൈൻ മാറിമറിയുന്നു. പിന്നീട് ആനന്ദ് എത്തുന്നത് 1960 അവിടെ വെച്ച് മദാം ഭർത്താവിനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് കാണുന്നു. അവിടെ വെച്ച് അയാളുടെ തല വെട്ടുന്നു. വീണ്ടും ടൈം ലൈൻ മാറിമറിയുന്നു. പിന്നീട് ആനന്ദ് എത്തുന്നത് പ്രസന്റിലാണ്. അവിടെ വെച്ചാണ് ആനന്ദ് വീണ്ടും ചാരനെ കാണുന്നത്. അയാൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആനന്ദിന് പറഞ്ഞുകൊടുക്കുന്നു. ഇതേ സമയം ചതുപ്പിൽ വീണ രജിയുടെ കരച്ചിൽ ടൈം ലൈനുകളിലൂടെ സഞ്ചരിച്ച് വീണ്ടും പ്രസന്റിലെത്തിയ ആനന്ദ് കേൾക്കുന്നു. രക്ഷിക്കാൻ ചെല്ലുമ്പോൾ പ്രസന്റിലെ തന്നെയും അശോകനെയും ആനന്ദ് കാണുന്നു. ടൈം ലൈനുകൾ വീണ്ടും മാറിമറിയുന്നു. റിപ്പിറ്റീഷൻ സംഭവിക്കുന്നു. ഇതേ സമയം ടൈം ലൈൻ മാറുമ്പോൾ രജി ആദ്യം എത്തുന്നത് 1994 അവിടെ വെച്ച് ചെറുപ്പത്തിലെ തന്നെയും തന്റെ ചേച്ചിയെയും രജി കാണും. കാട്ടിനരികിലുള്ള വഴിയിലൂടെ പോകുമ്പോൾ ഒരു കുതിരയെ കണ്ടാണ് കുട്ടിയായ രജി കാട്ടിനകത്തേക്ക് കയറിയത്. രജിയെ തെരഞ്ഞ് ചേച്ചിയും കാട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു. നേരെ അവർ എത്തിയത് 2024 നിന്ന് 94 വന്ന രജിയുടെ മുന്നിലേക്കാണ്. രജിയെ കണ്ട് ഭയന്നോടി അവർ രണ്ടു വഴിക്കാകുന്നു. രജി കാട്ടിന് പുറത്തെത്തിയെങ്കിലും ചേച്ചി കാട്ടിനകത്തകപ്പെടുന്നു. ഇതേ സമയമാണ് സ്റ്റീഫൻ പ്രതികളെ വെടിവെക്കുന്നത്. അവിടെ ടൈം ലൈൻ മാറുമ്പോൾ രജി നേരെ ഫ്യൂച്ചറിലേക്ക് എത്തിപ്പെടുന്നു. ആനന്ദിന്റെ മകളും കൂട്ടുകാരും വേട്ടയ്ക്കിറങ്ങിയ ടൈം ലൈനിലാണ് രജി എത്തുക. അവിടെ വെച്ച് ആനന്ദിന്റെ മകൾ അബദ്ധത്തിൽ രജിയെ വെടിവെച്ചു കൊള്ളുന്നു. രജിയുടെ പിന്നാലെ ഓടിവന്ന ആനന്ദിന്റെ മുഖം കണ്ട് മകളും കൂട്ടുകാരും ഞെട്ടുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ രജിയുടെ ബോഡി എങ്ങനെ പ്രസന്റിലെത്തി എന്നതിന് ഒരു ഉത്തരം കിട്ടിയില്ല. മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ആനന്ദിലെ എങ്ങനെ പുറത്തേക്കുള്ള വഴി മനസ്സിലായി എന്ന് പലർക്കും സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട്. പീറ്റർ എന്ന പോലീസുകാരൻ ആനന്ദിന്റെ ജീപ്പിന് മുന്നിൽ ചാടി അപകടത്തിൽപ്പെടുന്ന സമയം അയാൾ ചൂണ്ടുവിരലുകൊണ്ട് റോഡിൽ വൃത്തം പോലെ വരയ്ക്കുന്നത് ആനന്ദ് ശ്രദ്ധിക്കുന്നു. പിന്നീട് ചാരനെ കാണുമ്പോഴെല്ലാം അയാൾ ഇതേ രൂപത്തിലുള്ള രൂപങ്ങൾ മരത്തിൽ കൊത്തിവെക്കുന്നുണ്ട്. പുറത്തേക്കുള്ള വഴി നോക്കി വരുമ്പോൾ പക്ഷികളും ആനന്ദിന് ഇതേ രൂപത്തിൽ പറന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഡോട്ടുകളെല്ലാം കണക്ട് ചെയ്താണ് ആനന്ദ് പുറത്തേക്കുള്ള വഴി കണ്ടെത്തിയത്. എങ്ങനെ ആനന്ദിന്റെ മോള് പുറത്തെത്തിയെന്ന സംശയവും പലർക്കുമുണ്ടാകാൻ ചാൻസുണ്ട്. സിനിമയുടെ അവസാനത്തിലാണ് ഫ്യൂച്ചറിൽ നിന്നെത്തിയത് തന്റെ മകളാണെന്ന് ആനന്ദ് തിരിച്ചറിയുന്നത്. ആ കുട്ടി മരിച്ചതിനു ശേഷം കാട്ടിൽ പഴയ പോർച്ചുഗീസ് പ്രഭുവിനെ ആനന്ദ് കാണുന്നുണ്ട്. പഴയതെല്ലാം ആനന്ദിന് ഓർമ്മ വരികയും ആനന്ദ് വീണ്ടും കാട്ടിനുള്ളിലേക്ക് പോയി അച്ഛൻ സ്റ്റീഫനെ രക്ഷിച്ചതുപോലെ മകളെ രക്ഷിച്ചതാവാനാണ് കൂടുതൽ ചാൻസും.
ഇത്രയൊക്കെയാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. എന്നാലും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷെ അടുത്ത പാർട്ട് വരുമ്പോൾ അതിനെല്ലാം ഉത്തരം കിട്ടിയേക്കാം. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ പങ്കുവയ്ക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി, അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.